So we start with block 4, unit 3, sociological theories. Sociological theories. Here we deals with cultivation theory, and there are some questions related to cultivation theory. What do you mean by cultivation theory? Cultivation theory, developed by George Gerbner, explores how watching a lot of television can shape people's perception of the real world. The main idea is that heavy TV viewers tend to see world in ways that align with what they see on TV compared to those who watch less TV but are similar to other demographic aspects. Demographic എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, ഇൻകം ഇതെല്ലാം വരുന്നതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. In a sense, it suggests that TV can influence how we view reality. എങ്ങനെയാണ് നമ്മൾ യാഥാർത്ഥ്യത്തെ കാണുന്നത്, അതാണ് ആ യാഥാർത്ഥ്യത്തെ ടി വി എങ്ങനെ സ്വാധീനിക്കുന്നു, അതാണ് ഈ കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത്. സോ കൾട്ടിവേഷൻ തിയറി ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജോർജ് ജെർബ്നർ. ഈ തിയറി പ്രകാരം എങ്ങനെയാണ് ഒരുപാട് നേരം നമ്മൾ ടി വി കണ്ടോണ്ടിരുന്ന അത് നമ്മളുടെ കാഴ്ചപ്പാടിനെ, നമ്മളുടെ യാഥാർത്ഥ്യ ലോകത്തെ കാഴ്ചപ്പാടിനെ ഒരു ടി വി അതെങ്ങനെ മാറ്റിമറിക്കുന്നു, അതാണ് നമ്മൾ കൾട്ടിവേഷൻ തിയറിയിലൂടെ പഠിക്കുന്നത്. അന്നേരം ഇറ്റ് എക്സ്പ്ലോസ്, ദിസ് ഐഡിയ വാസ് ഡെവലപ്ഡ് ബൈ ജോർജ് ജെർബ്നർ ആൻഡ് ഇറ്റ് എക്സ്പ്ലോസ് ദാറ്റ് ഹൗ ദ വാച്ചിങ് എ ലോട്ട് ഓഫ് ടെലിവിഷൻ can shape the perception of real world. Main idea is that heavy TV viewers tend to see world in ways that align with what they sent on TV. ഇല്ലേ, ഒരുപാട് ടി വി കാണുന്ന ആൾക്കാര് ടി വിയിലുള്ള കാര്യങ്ങളുമായിട്ട് അവര് അടിമപ്പെടും. They compare to those who watch less TV but are similar in demographic aspect. Okay, the main idea is that heavy TV viewers tend to see the world in ways that align with what they see on TV and compared to those who watch less TV. For example, ഇപ്പോൾ ഒരുപാട് ടി വിയിൽ ന്യൂസ് കേൾക്കുന്ന ആൾക്കാർ പറയും, ഇന്നത്തെ കാലം ശരിയല്ല, പെൺകുട്ടികളൊന്നും വളരെ അപകടകരമായ അവസ്ഥയിലാണ്, പെൺകുട്ടികളെയൊന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല, പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷയുമില്ല, അതുപോലെ തന്നെ എന്താണ്, കുട്ടികൾ സുരക്ഷിതരല്ല, അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് കറപ്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മളുടെ കാഴ്ചപ്പാട് മാറുകയാണ്. പക്ഷെ ടി വി കാണാത്ത ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ബോധം കാണില്ല. So these kind of a reality, their reality is entirely different from that of the TV viewers. And what did George Turner cultivation theory focus in relation with the media influence? Media influence ആയിട്ട് relate ചെയ്ത് ജോർജ് ജെർബറിന്റെ cultivation theory എന്താണ് പറയുന്നത്? George Gerbner's cultivation theory focused on the impact of television, particularly violent content in television programs, on the viewer's perception of real world. He argued that television storytelling shapes how people perceive the world and themselves, particularly in terms of violence and safety. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികള് അതുപോലെ തന്നെ സ്ത്രീകള് ഇവരുടെയൊക്കെ സുരക്ഷയെ പറ്റി നമ്മൾ ഭയങ്കരമായിട്ട് ബാധകരാകുന്നു. ജെർബറിന്റെ കൾട്ടിവേഷൻ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഒരുപാട് കാണുന്ന ആൾക്കാരുടെ പെർസെപ്ഷൻ മാറും, ഇല്ലേ, അവർക്ക് ടി വി കാണുന്ന ന്യൂസുമായിട്ട് കൂടുതൽ അഡാപ്റ്റ് ആയിട്ട് വയലൻസ് ഓഫ് ദ സൊസൈറ്റി, സേഫ്റ്റി ഇൻ ദ സൊസൈറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൂടുതൽ ആങ്സൈറ്റി രൂപപ്പെടുന്നു. What is the mean world syndrome? What is the mean world syndrome in the context of cultivation theory? കൾട്ടിവേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് മീൻ വേൾഡ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The mean world syndrome is a concept in cultivation theory, refers to the perception that heavy viewers of television who are exposed to a lot of violent content tend to believe that world is a mean and dangerous place. They may have heightened fears of crime and feel more vulnerable to being victims of violence due to their overexposure to violent television content.
സോ മീൻ വേൾഡ് സിൻഡ്രം നേരത്തെ ഞാൻ പറഞ്ഞു ജോർജ് ജർമ്മന്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ടി വി വ്യൂവേഴ്സിന് ആങ്സൈറ്റി ഉണ്ടാകുന്ന എന്താണ് സമൂഹത്തിൽ കൂടുതൽ നടക്കുന്ന വയലൻസും അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സും കുറഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു ആങ്സൈറ്റി ഈ പറയുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കാര്യമാണ് ഈ കൾട്ടിവേഷൻ തിയറിയിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് മീൻ വേൾഡ് സിൻഡ്രം. മീൻ വേൾഡ് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ഇപ്പൊ ഒരു ഡേഞ്ചറസ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങൾ മാറുകയാണ്. ഇവിടെ കൂടുതലും വയലൻസും മറ്റും ആണ് നടക്കുന്നത്. ക്രൈമും വയലൻസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള വിക്ടിംസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഈ പറയുന്ന വയലൻസിന് ഒരു എക്സ്പോഷറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നു. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിയർ ഈസ് കാൾഡ് മീൻ വേൾഡ് സിൻഡ്രം. ഇത് വളർത്തിയെടുക്കുന്ന ടെലിവിഷൻ ആണെന്ന് അറിയപ്പെടുന്നത്. ഇത് കൂടുതലും നമ്മൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ വാർത്തകൾ കേൾക്കുക ഒക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളുടെ സാധാരണ ഉള്ള എന്താണ് പാട്ട് കേൾക്കുക അതൊന്നുമല്ല. ഫിലിംസിലൂടെയും ടെലിവിഷൻ മീൻസ് ന്യൂസിലൂടെയും കേൾക്കുന്ന കാര്യം. ഇപ്പൊ ഫിലിംസിൽ കൂടുതൽ വയലൻസ് ഉണ്ടാകുക അത് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ വാർത്താ ചാനലുകളിലൂടെ കൂടുതൽ വയലൻസ് കാണിക്കുക. Then, what are some criticisms of cultivation theory? Some criticisms of cultivation theory include its narrow focus on television and its a limited consideration of other forms of media like internet and social media. Critics also argue that theory implies passive media consumption, overlooking individual interpretation and cultural difference in media effects. സോ ചില ക്രിട്ടിക്സുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നാരോ മൈൻഡഡ് ആണ്. കൾട്ടിവേഷൻ തിയറി എന്ന് വെച്ചാൽ വളരെ നാരോ ഫോക്കസ് ആണ്. അത് ടെലിവിഷന് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇല്ലേ? അത് സോഷ്യൽ മീഡിയക്കും ഇന്റർനെറ്റിനും വലിയ പ്രാധാന്യം കൊടുത്തില്ല. കൾട്ടിവേഷൻ തിയറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ജോർജ് ജെർബിനർ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ചിരിക്കുന്നത് ടെലിവിഷനെ ബേസ് ചെയ്ത. സോ അതുകൊണ്ട് തന്നെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേറ്റഡ് ദ കണ്ടന്റ്സ് ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് ഇന്റർനെറ്റ്. അന്നേരം അതുപോലെ തന്നെ തിയറി ഇംപ്ലൈസ് ദ പാസീവ് മീഡിയ കൺസംഷൻ ഓവർലുക്കിംഗ് ഇൻഡിവിജ്വൽ ഇന്റർപ്രിട്ടേഷൻ കൾച്ചറൽ ഡിഫറൻസ് ഇൻ മീഡിയ എഫക്ട്. അത് മാത്രമല്ല ഓരോ വ്യക്തികൾക്കും ഈ പറഞ്ഞിട്ടുള്ള മീഡിയ ഇന്റർപ്രിട്ടേഷൻ മീഡിയ മെസ്സേജ് അവരെ എങ്ങനെ ബാധിക്കുന്നു അത് ഓരോ വ്യക്തിക്കും ഡിഫറൻസ് ആണ്. ഇപ്പം ഞാനൊരു വയലൻസ് കാണുമ്പോൾ എനിക്കത് കണ്ടിട്ട് ഭീതി തോന്നി ഞാൻ ടി വി നിർത്തിയിട്ട് പോകും. ഞാനത് ഫുള്ള് ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. മറ്റൊരു വ്യക്തി സ്കിപ്പ് ചെയ്തിട്ട് പോകും. മറ്റൊരു വ്യക്തി സ്ക്രോൾ ചെയ്ത് വിട്ട് പോകും. മറ്റൊരു വ്യക്തി അത് കണ്ടിരുന്ന് കേൾക്കാം. അതെന്താന്ന് നടന്ന കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കും. സോ എല്ലാവർക്കും ഒരേപോലെ ആകണമെന്നില്ല ഈ വയലൻസും മറ്റു കാര്യങ്ങളൊന്നും ഉള്ളതാണ് ഒരു ക്രിറ്റിസിസം. ദെൻ അത് മാത്രമല്ല ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ പാസീവ് മീഡിയ ആണ് കൺസ്യൂം ചെയ്യുന്നത്. അവർക്ക് ഇതിനെപ്പറ്റി അവര് അങ്ങോട്ട് ഒരു കാര്യം റിപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പോകുന്നില്ല. സോ ഹിയർ there are criticisms regarding first it is narrow focused on the television, it has limited consideration over social media and internet, and here the audience are passive consumers, and we have to overlooking the individual interpretation, and we have to consider the individual difference in media effects. Then, how does cultivation theory emphasize the importance of critical thinking in media consumption? Media consumption cultivation theory emphasize എന്താണ്? Cultivation theory underscores the importance of critical thinking by highlighting how media consumption can shape the perception of reality. It encourages the individuals to be aware of the messages delivered by media and to think critically about how those messages may influence their beliefs and judgments. കൾട്ടിവേഷൻ തിയറി പറയുന്നത് നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് കൾട്ടിവേഷൻ തിയറി എങ്ങനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. Cultivation theory underscores the importance of critical thinking by highlighting how media consumption can shape the perception of reality. ഞാൻ നേരത്തെ പറഞ്ഞു മീഡിയയിൽ വാർത്താ അവതാരക ഇട്ടിരിക്കുന്ന ഡ്രസ് കോഡ്, അവരുടെ വേ ഓഫ് ഹെയർ സ്റ്റൈല്, അതുപോലെ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലേ, അവരുടെ ആ സെറ്റിങ്സ്, ഇതെല്ലാം തന്നെ നമ്മളെയും ബാധിക്കും. നമ്മളത് ഇൻട്രസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പം
അടുക്കള മീൻസ് പാചകം പോലെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂട്ടൻസിൽസ് കണ്ടിട്ട് അത് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്ന വീട്ടമ്മമാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എന്താണ് ഇന്റീരിയേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുമ്പോൾ പ്രോഗ്രാംസ് വരുമ്പോൾ അതുപോലെ ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ തുനിയുന്ന ആൾക്കാരുണ്ട്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താണ് കൺസ്യൂം ചെയ്യുകയാണ്. Okay, and we have to critically think by highlighting how media consumption can shape our perception of reality. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ റിയാലിറ്റിയെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ്. It encourages the individuals to be aware of the messages delivered by media and to think critically about how those messages may influence their beliefs and judgments. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ബിലീഫ്സിനെയും നമ്മളുടെ ഇമോഷൻസിനെയും നമ്മളുടെ ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ മാറ്റി ചിന്തിക്കാൻ മീഡിയ ഈ പറഞ്ഞ കൾട്ടിവേഷൻ തിയറി പ്രാപ്തമാക്കുന്നു. കൾട്ടിവേഷൻ തിയറി മനസ്സിലായോ? Okay, then comes to agenda setting theory. It is a communication theory that suggests that media has the power to influence the public's perception of what is important by highlighting certain issues and stories and giving them more prominence and coverage than others. In a sense, it asserts that media can set the agenda for what the public considers important by determining what topics receive attention and how those topics are framed in the news. Okay. ഫോർ എക്സാമ്പിൾ കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ മണിപ്പൂർ കേസ് വന്നപ്പോൾ മണിപ്പൂർ കേസ് തുടക്കത്തിൽ ഒരിക്കലും ഒരു മീഡിയയും ചർച്ച ചെയ്തില്ല. മണിപ്പൂരിൽ 2 സ്ത്രീകളെ നഗ്നരായിട്ട് നടത്തിയപ്പോൾ ഒരു മീഡിയയും അതിനെ ചോദ്യം ചെയ്തില്ല ആദ്യ സമയങ്ങളിൽ. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയ്ക്കിടയാക്കിയപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് അതിനെപ്പറ്റി ചർച്ച തുടങ്ങി. അത് മാത്രമല്ല, അതിനു മുമ്പ് വേറെ കേസ് എടുക്കാം. നമ്മളുടെ ഒളിമ്പിക്സ് ജേതാക്കളായിട്ടുള്ള സ്ത്രീകള് അവരെ നേരിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവരൊരു സമരം നടത്തി അല്ലേ? സോ അതിനെ ബേസ് ചെയ്ത് അന്ന് ഒരുപാട് വാർത്താ അവതാരകരോ അല്ലെങ്കിൽ വാർത്താ ചാനലുകളോ അതവരുടെ റിപ്പോർട്ട് ചെയ്തില്ല. അവരുടെ പ്രശ്നം അവർ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എല്ലാ വാർത്താ ചാനലുകൾക്കും അവരുടേതായ ഒരു അജണ്ടയുണ്ട്. ഏത് ന്യൂസ് പ്രസിദ്ധീകരിക്കണം, ഏത് ന്യൂസ് പ്രസിദ്ധീകരിക്കരുത്, ഏത് ന്യൂസാണ് പബ്ലിക് കേൾക്കേണ്ടത്, എന്തവര് കേട്ടുകൂടാ. മനസ്സിലായോ? എല്ലാ ന്യൂസും അവർ പബ്ലിക്കിന് അങ്ങനെ കൊടുക്കില്ല. എന്ത് ന്യൂസ് പബ്ലിക് കേട്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്ന മാസ് മീഡിയ ആണ്. പബ്ലിക്കിന് എന്ത് ന്യൂസ് ആണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, അവരെ എന്ത് ന്യൂസ് ആണ് സ്വാധീനിക്കേണ്ടത്, ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അത് തീരുമാനിക്കുന്നത് ഈ മാസ് മീഡിയ ആണ്. ദേ സെറ്റ് ആൻ അജണ്ട ഫോർ ദ പബ്ലിക് ടു കൺസിഡർ വിച്ച് ന്യൂസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രിറ്റിസിസം വന്നു. നിങ്ങൾ ചുമ്മാ കിടന്ന് ഒരേ വാർത്ത TV-യിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒളിമ്പിക് ജേതാക്കളുടെ ദുരിതാവസ്ഥയെ പറ്റി പറയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഈ മണിപ്പൂർ കലാപത്തിനെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം വന്നപ്പോഴാണ് ഇവർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോലും തയ്യാറായത്. സോ ഇവർക്ക് ഇവരുടേതായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ നിന്നുകൊണ്ട് ഇവര് വർക്ക് ചെയ്യത്തുള്ളൂ. This theory implies that when the media consistently covers specific issues, it can lead the public to believe that these issues are more significant and worthy of their attention. Conversely, issues that receive less coverage or ignored by media may be perceived as less important by the public. ഇപ്പം ഒരു ഈ അജണ്ട സെറ്റിംഗ് തിയറി പറയുന്നത് എന്താണ്? ഇപ്പം ഏതെങ്കിലും ഒരു വാർത്ത കണ്ടിന്യൂസ് ആയിട്ട് മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താ പറയുന്നത്? ഈ വാർത്ത ഇപ്പൊ സിഗ്നിഫിക്കന്റ് ആണ് അല്ലേ? ദിസ് ഇഷ്യൂ ഈസ് മോർ സിഗ്നിഫിക്കന്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വാർത്ത ജസ്റ്റ് വന്ന് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് അതിനെപ്പറ്റി പറഞ്ഞു, അത് ജസ്റ്റ് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമില്ല.
Agenda setting theory has been widely used to study the role of media in shaping the public opinion and particularly in politics and public policy. It underscores how media coverage can influence what people think about and prioritize their discussion and decision making. Agenda setting theory പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ എങ്ങനെയാണ് പബ്ലിക്കിന്റെ ഒപ്പീനിയൻസിനെ ഷേപ്പ് ചെയ്യുന്നത്, അവർ പബ്ലിക്കിന്റെ പോളിസീസിനെ ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ഡോക്ടേഴ്സിന്റെ സുരക്ഷയെ കരുതി അവരുടെ പോളിസീസിനെ ചേഞ്ച് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതരായി അല്ലേ? എത്രയോ പേര് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വാർത്തക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. അത് പബ്ലിക് പോളിസി ഡെവലപ്മെന്റിന് സഹായമായി. It underscores how media coverage can influence what people think about and prioritize their discussions and decision making. Okay. How does the process of agenda setting work in the media? Agenda setting എങ്ങനെയാണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നത്? Agenda setting in the media happens when editors and journalists decide which news stories to give more attention to. They choose which stories will be the spotlight and which will receive less focus. This influence what people talk about and think about. ജനങ്ങൾ എന്ത് ചിന്തിക്കണം, ജനങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കണം, അത് തീരുമാനിക്കുന്ന മാസ് മീഡിയ ആണ്. അവര് ഈ ജേർണലിസ്റ്റുകളും എഡിറ്റേഴ്സും അതിനു വേണ്ടിയിട്ട് ഒരു അജണ്ട ഉണ്ടാക്കുന്നു. ഒരു സെറ്റ് ചെയ്യുന്നു, ഒരു കാര്യം സെറ്റ് ചെയ്യുന്നു, ഏത് സ്റ്റോറി റൺ ചെയ്യണം, ഏത് ചെയ്യരുത്, ഏത് സ്റ്റോറി സ്പോട്ട്ലൈറ്റിൽ വരണം, എന്തിന് കുറച്ച് അറ്റൻഷൻ കൊടുത്താൽ മതി, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന അവരാണ്. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ഉണ്ട്, ഹൂ വെയർ റിസർച്ചേഴ്സ് ബിഹൈൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് അജണ്ട സെറ്റിംഗ് തിയറി ആൻഡ് വെൻ ഡിഡ് ദേ പ്രപ്പോസ് ഇറ്റ്. ആരൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള അജണ്ട സെറ്റിംഗ് തിയറിയുടെ പിറകിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്? മാക്സ്വെൽ മാക്കോംസ് ആൻഡ് ഡൊണാൾഡ് ഷോ. ആൻഡ് they proposed this theory in 1970. ഓക്കെ, അന്നേരം ഇതിന്റെ അകത്തുള്ള കാര്യം. ഇനി അടുത്തത്, വാട്ട് ആർ ദ സം ഓഫ് ദ ക്രിറ്റിസിസംസ് ഓഫ് അജണ്ട സെറ്റിംഗ് തിയറി? Critics argue that theory focuses too much on media role in setting agenda and doesn't consider the influence of other factors like public opinion. They also suggest that people passively accept media messages which may not be entirely true, as individuals actively interpret and make sense of the media they consume. Additionally, it doesn't occur for difference in how different people are exposed to and engaged in the media. ക്രിട്ടിക്സുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വിചാരമുണ്ട്, ഇവര് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് പബ്ലിക് ഒപ്പീനിയൻ നടക്കും. അതൊരിക്കലും നടക്കത്തില്ല. ഓക്കെ, പബ്ലിക് എന്ന് പറയുന്നത്, ജനങ്ങൾ എന്ന് പറയുന്നത് അവരൊരിക്കലും പാസീവ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ ഈ മണിപ്പൂർ കലാപവും ഈ പറയുന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വിട്ടിട്ട് വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇവര് വിചാരിച്ച എന്താ, ജനങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത് ഇല്ല. ജനങ്ങൾ ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നുണ്ടല്ലാതെ. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ ഈ ടെലിവിഷനെ ഇവർക്ക് മറച്ചു വെക്കാൻ പറ്റൂ. ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ തന്നെ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഇത് ചർച്ചയാകുന്നുണ്ട്. ഹിയർ the peoples are actively participate in the social media, while in the mass media they set an agenda. Okay, so here in the social media they actively interpret and make sense of the media they consume. ഇവർ ഈ വാർത്തയിൽ എന്തൊക്കെ കുടുകുടു എന്ന് പറഞ്ഞാലും അതെല്ലാം തന്നെ കേൾക്കുന്ന ജനങ്ങൾ പാസീവായിട്ടിരിക്കില്ല, അവരിതിനെ ആക്റ്റീവായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ണുടച്ച് അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമില്ല. സോ ദീസ് ആർ സം ഓഫ് ദ ക്രിറ്റിസിസംസ് റിഗാർഡിംഗ് ദ അജണ്ട സെറ്റിംഗ് തിയറി. മനസ്സിലായോ? ഓക്കെ, അന്നേരം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ദെൻ ഫ്രെയിമിംഗ് എന്താണ്? ഫ്രെയിമിംഗ് ഈസ് എ കോൺസെപ്റ്റ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ. ലാംഗ്വേജ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? വായിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാം. വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. Framing is a concept in communication and media studies that focus on how communication or how information is presented to the public and how presentation influences people's understanding and interpretation of an issue. Framing എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്.
കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റ് ആണ്. മീഡിയ സ്റ്റഡീസിലെയും കമ്മ്യൂണിക്കേഷനിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഹിയർ ദാറ്റ് ഫോക്കസ് ഓൺ ഹൗ ഇൻഫർമേഷൻ ഇസ് പ്രസന്റഡ് ടു ദ പബ്ലിക്. ഞാനൊരു വാർത്ത എനിക്ക് കിട്ടി, ആ വാർത്ത ഞാൻ അവതരിപ്പിക്കണം, ഒന്ന് ഫ്രെയിം ചെയ്ത് പറയണം അല്ലെ, പബ്ലിക്കിന് മുമ്പിൽ ആദ്യമായിട്ട് ഞാനത് അവതരിപ്പിക്കുന്നതിൻ്റെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ദ പ്രസന്റേഷൻ ഇൻഫ്ലുവൻസ് ദ പീപ്പിൾസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എൻ ഇഷ്യൂ. ഞാൻ പറയുന്ന ഒരു കാര്യത്തിനെ പുതുതായിട്ട് ഞാൻ പ്രത്യേക രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾ അതിനെ ഏറ്റെടുക്കണം, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം. ദാറ്റ് കൈൻഡ് ഓഫ് പ്രസന്റേഷൻ ഇസ് കാൾഡ് ഫ്രെയിമിംഗ്. ഒരു വാർത്ത കിട്ടിയാൽ അതിനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. It suggests that the way an issue is framed can have a significant impact on how individuals perceive and react to it. ഇപ്പോൾ ഒരു വാർത്ത കിട്ടി, അത് സജസ്റ്റ് ചെയ്യുന്ന എന്താ, അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ പറ്റി ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ അതിനെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ക്യാൻ പെർസീവ് ബൈ ദ ഓഡിയൻസ് ആൻഡ് ഓഡിയൻസ് റിയാക്റ്റഡ് ടു ദാറ്റ് ന്യൂസ്. In essence, framing involves shaping the context and perspective through which information is presented, ultimately influencing people's thoughts and attitudes and beliefs about the issues being discussed. So, ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻ എസെൻസ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ് ത്രൂ വിച്ച് ഇൻഫർമേഷൻ ഇസ് പ്രസന്റഡ്. ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുന്നു, അൾട്ടിമേറ്റ്ലി ഇൻഫ്ലുവൻസിങ് പീപ്പിൾസ് തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീവ്സ് അബൌട്ട് ദ ഇഷ്യൂ ബീങ് ഡിസ്കസ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിമിങ്ങിലൂടെ നമുക്ക് ജനങ്ങളുമായിട്ട് സംവദിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനും അവരുടെ വിശ്വാസങ്ങൾ മനസ്സിലാക്കാനും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനും സാധിക്കും. This theory highlights the role of media in shaping public opinion. മീൻസ് എങ്ങനെയാണ്, ഇപ്പം ഞാൻ എങ്ങനെ ഈ ഒരു വാർത്ത എന്ത് രീതിയിൽ അവതരിപ്പിച്ചാലായിരിക്കും ജനം അത് ഏറ്റെടുക്കുക, എന്ത് രീതിയിൽ ഞാൻ പറഞ്ഞാലായിരിക്കും ജനങ്ങളുടെ വിശ്വാസത്തെ അത് ഏറ്റെടുക്കാൻ തയ്യാറാ, ജനങ്ങളുടെ സ്വഭാവത്തെ അത് സ്വാധീനിക്കുക. സോ അത് മനസ്സിലാക്കിയിട്ട് ഒരു വാർത്താവതാരകൻ വാർത്ത അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. The theory highlights the role of media in shaping public opinion by choosing how to frame and present news and information. എങ്ങനെ ഒരു ന്യൂസ് പറയണം, എങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയണം, അതിൻ്റെ അകത്ത് എങ്ങനെ അത് അവതരിപ്പിക്കണം, ആ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. This theory highlights the role of media in shaping public opinion by choosing how to frame. ഒരു പ്രത്യേക രീതിയിൽ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഒരു വാർത്ത പക്ഷെ അതേ വാർത്ത ചിലപ്പോൾ നമ്മൾ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഓർമ്മ വന്നു, നിങ്ങൾ കണ്ടു കാണുന്ന മങ്ങാടായിരുന്നു പണ്ട് കൊച്ചി മങ്ങാട് ഫ്ലാറ്റുകൾ പൊളിക്കുന്ന ആ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അന്ന് എല്ലാവരും ഈ പറയുന്ന TV ചാനലിന്റെ ഫ്രണ്ടിലായിരുന്നു. പക്ഷെ പല ആൾക്കാരും പല ന്യൂസുകൾ മീഡിയ 1 ഇട്ട് കണ്ടവരുണ്ട്, 24 hours ന്യൂസ് ഇട്ട് ഒരേ വാർത്ത പല ന്യൂസ് ചാനലും പല രീതിയിൽ അവതരിപ്പിച്ചു, പലതരം ടെക്നോളജീസ് യൂസ് ചെയ്ത് അവതരിപ്പിച്ചു. അവര് കുറച്ചുകൂടെ AI ഒക്കെ നേരത്തെ ഇട്ട് ഇതെങ്ങനെ ആയിരിക്കും ഇത് തകർന്നു വീഴുന്നത്, അങ്ങനെ ആയിരിക്കും തകർന്നു വീഴാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ ഇങ്ങനെ നേരത്തെ കൂട്ടി വിഷ്വലൈസ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ, അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ അല്ലേ. സോ അവർ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ആ ഒരു കണ്ടന്റ് അവതരിപ്പിക്കാൻ എടുത്ത ആ ഒരു ഫ്രെയിം വർക്ക്, ആ ഒരു അറ്റംപ്റ്റിനെയാണ് നമ്മൾ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. Then can you provide an example of how media might frame an issue differently to influence public perception? നമുക്ക് പബ്ലിക് പെർസെപ്ഷനെ മാറ്റിമറിക്കാൻ ഫ്രെയിമിങ്ങിന് കഴിയും. ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം. Certainly, let's take the example of climate change. Okay, climate change എടുക്കുക. Media could frame it as a political issue rather than a scientific one. By framing it as political, it may lead to people focus more on political aspects of the problem rather than scientific evidence, politically influencing their views on climate change policy.
എന്ത് നമുക്ക് മീഡിയയുടെ പെർസെപ്ഷൻ ആ ഒരു ഫ്രെയിമിങ്ങിനെ പറ്റി നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാവുന്നതാണ്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയും. അത് സയന്റിഫിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് നമ്മൾ പറയത്തില്ല, എപ്പോഴും പൊളിറ്റിക്കൽ ഇഷ്യൂ. ഇപ്പം ജലദൗർലഭ്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്ത് വേനൽ വരൾച്ച ഉണ്ടാകും, എല്ലാം കൊണ്ടുവന്ന് പിണറായി രാജിവെക്കുക. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ നോക്കേണ്ടതും അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്, അല്ലാതെ ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല എന്ന് അവർ പറയുന്നു. Means by framing it as a political, it may lead people to focus more on the political aspects of the problem. ഇപ്പം ജല ഇപ്പം എന്താ നമ്മൾ പറയുന്നത്, വേനൽക്കാലമാകുമ്പോഴത്തേക്ക് ശുദ്ധജല തടാകങ്ങളിലെല്ലാം വെള്ളം പറ്റുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ജലദൗർലഭ്യം ഉണ്ടാകുന്നു. അത് കോമൺ ആയിട്ട് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. പക്ഷേ അന്നേരം വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദൗർലഭ്യവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ള സംഭരണികൾ എത്തിക്കുന്നില്ല, അവിടേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ താഴുന്നു, ഗവൺമെന്റ് ഇടപെടണം. സോ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലായിരിക്കും ക്ലൈമറ്റ് ചേഞ്ച് അവിടെ വർക്ക് ചെയ്യുക. സോ ഹിയർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ റാദർ ദാൻ എ സയന്റിഫിക് വൺ. What is the connection between framing and how people recall and react to information? Framingum people's connection between framing and how people recall and react to the information. ഇപ്പം നമുക്ക് നേരത്തെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ഓർമ്മയുണ്ട്, അതും ഈ ഫ്രെയിമിങ്ങും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാം. നേരത്തെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അതിന്റെ ഒരു ഓർമ്മ ഓൾറെഡി നമ്മളുടെ മനസ്സിലുണ്ട്, അതും ഈ ഫ്രെയിമിംഗ് കൂടെ എങ്ങനെ കണക്ട് ചെയ്യും. Framing shapes the context in which information is presented, influencing how people interpret and remember that information. It also affects how they react to it. Different frames can lead to varying reactions and attitude towards same information. For example, ഈ വർഷം വരൾച്ച വന്നു, ഇതിനെപ്പറ്റി ഹാഷ്മി 24 hour ന്യൂസിൽ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, 2016 നടന്ന ഈ വരൾച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2016 ഗവൺമെന്റിൽ ഇന്ന പോളിസീസ് ഇനാക്ട് ചെയ്തിരുന്നു, അതൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ വരൾച്ചയില് നിങ്ങൾ ഇതേ നടപടിയാണോ എടുക്കുന്നത്? ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ്, നേരത്തെ നടന്ന ഒരു പ്രശ്നത്തെ, അന്ന് നടന്ന ഒരു കാര്യത്തെ ഇന്നത്തെ ഒരു കാര്യവുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അന്ന് നടന്ന ഒരു കാര്യത്തിനെ ഇന്നത്തെ കാര്യവുമായിട്ട് കണക്ട് ചെയ്യാം. മനസ്സിലായി? ഞാൻ അങ്ങോട്ട് വിളിക്കാവേ, ഞാൻ ക്ലാസ്സിന് ഇരിക്കുകയാണേ, വിളിക്കാം. So it can also affect how they react to it. നമ്മൾ റിയാക്ട് ചെയ്യുന്നു. Different frames can lead to varying reactions and attitude towards the same information. സെയിം ഇൻഫർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ പല ഫ്രെയിംസിൽ സംസാരിക്കും. Then the spiral of silence. The spiral of silence is a concept in mass communication theory that explains how people tend to stay silent when they believe their opinions or view are widely or are not widely shared or accepted in a particular group or context. It's like a spiral because its silence can reinforce the perception and their views are unpopular. സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതെന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷനിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് പ്രകാരം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ പീപ്പിൾ ടെൻ ടു സ്റ്റേ സൈലന്റ് വെൻ ദേ ബിലീവ് ദെയർ ഒപ്പീനിയൻസ് ഓർ വ്യൂസ് ആർ നോട്ട് വൈഡ്ലി ഷെയർഡ് ഓർ അക്സെപ്റ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓർ കോണ്ടെക്സ്റ്റ്. ഇപ്പം ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നു, ആ പ്രശ്നത്തിനെ പറ്റി എനിക്കൊരു അഭിപ്രായമുണ്ട് പറയാൻ, പക്ഷെ ആ അഭിപ്രായം മറ്റാരും അംഗീകരിക്കില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായാൽ ഞാൻ പറയുമോ? ഞാൻ പറയില്ല, ഞാനത് സൈലന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കും, അല്ലേ? സോ അതിനെയാണ് സ്പൈറൽ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ സ്പൈറൽ ബിക്കോസ് സൈലൻസ് ക്യാൻ റീഇൻഫോഴ്സ് ദ പെർസെപ്ഷൻ ആൻഡ് ദെയർ വ്യൂസ് ആർ അൺപോപ്പുലർ. നമ്മൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിരിക്കുന്നോളം കാലം നമ്മുടെ കാഴ്ചപ്പാടാണ് ശരി എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നതാണ് ശരി, ഇതിങ്ങനെ നമ്മുടെ മനസ്സിൽ വർദ്ധിച്ചു വരും. ബാക്കിയുള്ളവർ പറയുന്ന എല്ലാം തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഈസ് കാൾഡ് സ്പൈറൽ ഓഫ് സൈലൻസ്. അതൊന്ന് ഓർത്തിരിക്കാം. ഇപ്പം നമ്മൾക്കിടയിൽ ഇപ്പൊ സോഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായി, അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്, പറയണമെന്നുണ്ട്.
ഇല്ലേ? പക്ഷെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് ജനം അംഗീകരിക്കില്ല എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നു. വി ബിക്കെയിം സൈലന്റ്. അല്ലേ? സ്റ്റേ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാൽ എന്ത് പറ്റും? എന്റെ മനസ്സ് എന്നോട് പറയും ഞാൻ വിശ്വസിക്കുന്നതാണ് ശരി, എന്റെ പ്രവൃത്തിയാണ് ശരി. ഇല്ലേ? ഇവര് പറയുന്ന എല്ലാം ശുദ്ധ നുണയാണ്, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നു. ഇല്ലേ? Our views are unpopular. In simple terms, when someone thinks most others disagree with them, they might be afraid to speak up because they won't be criticized or isolated. Silence makes the majority opinion seem even stronger, making those with minority opinion feel even more isolated and less likely to express their views. So it is cycle where people stay quiet because they think they are in minority, and this silence makes the majority opinion appear even more dominant. സോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ രണ്ടായിട്ട് തിരിയും. ഇല്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതിനെ അതിനെതിരെ നിൽക്കുന്ന ആൾക്കാരും അതിനെതിരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും. ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരിൽ ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരേ ഉള്ളെങ്കിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഈ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിനെതിരെ ഒന്നും പറയില്ല. പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബാക്കിയുള്ളവർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യത്തുള്ളൂ, നമ്മളെ ഐസൊലേറ്റ് ചെയ്യത്തുള്ളൂ, നമ്മളെ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ. നമ്മളിവിടെ മൈനോറിറ്റിയാണ്. അതുകൊണ്ട് നമ്മളുടെ ഒപ്പീനിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും പറയാതെ ഇരിക്കുക. പറയാതിരുന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു. ഇല്ലേ? സോ ഇവരെ പറ്റി ഇവർക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാതെ അവരിയ്ക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ് സ്പൈറൽ ഓഫ് ദ സൈലൻസ് എന്ന് പറയുന്നത്. സോ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴോട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ റീഇൻഫോഴ്സിംഗ് ദ സ്പൈറൽ ഓഫ് സൈലൻസ്? സ്പൈറൽ ഓഫ് സൈലൻസ് റീഇൻഫോഴ്സ് ചെയ്യുന്നതിൽ മാസ് മീഡിയയുടെ പങ്ക് എന്താണ്? Mass media can contribute to the spiral of silence by amplifying the dominant view, making majority views appear less popular. Minority views less popular. This can discourage individuals from expressing their opinions if they perceive them to be in minority. ഇപ്പം മാസ് മീഡിയയിൽ കൂടുതലും ഇപ്പം മെജോറിറ്റി ആൾക്കാരും പറയുന്നതിനെയാണ് മാസ് മീഡിയയും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരിക്കലും മൈനോറിറ്റി പീപ്പിൾസിന്റെ കൂടെ മാസ് മീഡിയ നിൽക്കില്ല. മെജോറിറ്റി ആൾക്കാരുടെ ചിന്തകൾ എന്താണ്, പ്രവൃത്തികൾ എന്താണ്, ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മാസ് മീഡിയ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള മൈനോറിറ്റീസിന്റെ അവരുടെ വ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ ഒപ്പീനിയൻസും എല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള മാസ് മീഡിയ സപ്രസ് ചെയ്യുന്നു. സോ ദേ റീഇൻഫോഴ്സ് ദ സ്പൈറൽ ഓഫ് സൈലൻസ് by suppressing the minorities' views and opinions. മനസ്സിലായോ സ്പൈറൽ ഓഫ് സൈലൻസ്? Then comes to gratification theory. Gratification theory is an approach in mass communication that focus on why individuals choose to use media and how they derive satisfaction or gratification from their media consumption. This theory suggests that people actively select and consume media content to fulfill their specific needs, desires, or goals. It emphasizes that individuals are not passive recipients of the media messages, but rather active users who seek out media that will gratify their particular requirements. In essence, the gratification theory highlights the idea that people use media for various reasons, such as entertainment, relaxation, information, social connection, and learning, and that their media choices are driven by their specific gratification they seek to achieve. The gratification theory, gratification എന്ന് വെച്ചാൽ സംതൃപ്തി അടയുക അല്ലേ? സോ അതെന്താണ് ഈ മാസ് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഗ്രാറ്റിഫിക്കേഷൻ തിയറി ഇസ് ആൻ അപ്രോച്ച് ഇൻ മാസ് മീഡിയ. അതൊരു സമീപനമാണ് that focus on why individuals choose to use media and how they derive satisfaction or gratification from their media consumption. കുറച്ചു നേരം വാർത്ത കേട്ട് കഴിയുമ്പോൾ ആ സീരിയൽ ഒന്നിട്ടേ, ആ വാർത്ത ഒന്നിട്ടേ, അത് കണ്ടു കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഇല്ലേ? സോ മാസ് മീഡിയ കണ്ടു കഴിയുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഗ്രാറ്റിഫിക്കേഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ,
This theory suggests that people actively select and consume media content to fulfill their specific needs. അല്ലേ? ഈ തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യസ്തമായ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലേക്ക് അവനവന്റെ സ്പെസിഫിക് നീഡ്സ്, ഗോൾസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് ഇഷ്ടമുള്ള തരത്തിലേക്കുള്ള മാസ് മീഡിയ അവർ കാണുന്നു. It will emphasize that individuals are not passive recipients of media messages, but rather active users who seek out media that will gratify their particular requirements. For example, ഇപ്പം എനിക്ക് യൂട്യൂബിലൊരു സിനിമയെ പറ്റി കാണാം. ആ സിനിമ കാണാനുള്ള സമയമില്ല. പക്ഷെ എൻ്റെ സുഹൃത്ത് ഒരു സിനിമയെ പറ്റി പറഞ്ഞു. ആ സിനിമയുടെ റിവ്യൂ ഒന്ന് കാണണം. മൊത്തത്തിൽ പറ്റി ആ സിനിമയെ പറ്റി അറിയണം. ഞാൻ എന്ത് ചെയ്യുന്നു? യൂട്യൂബിലോട്ട് കയറുന്നു. ആ സിനിമയെ പറ്റി ഞാൻ അടിച്ചു നോക്കുന്നു. അതിന്റെ റിവ്യൂ ഒന്ന് അടിച്ചു നോക്കുന്നു. അത് വരണം. ഇല്ലേ? സോ ഇറ്റ് ക്രിയേറ്റ്സ്. അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്താണ്? ഒരു സംതൃപ്തി തോന്നും. ഓ, അവനും ആ സിനിമ കണ്ട് ഈ സിനിമ എന്താണെന്ന് ഞാനും അറിഞ്ഞു. അന്നേരം അതെനിക്കൊരു സംതൃപ്തി തോന്നുകയാണ്. ഇറ്റ് എംഫസൈസസ് ദാറ്റ് ദി ഇൻഡിവിജ്വൽസ് ആർ നോട്ട് പാസീവ് റെസിപ്പിയൻസ് ഓഫ് മീഡിയ മെസ്സേജസ്. അല്ലേ? മീഡിയ വരുന്ന മെസ്സേജുകൾക്ക് ഇൻഡിവിജ്വൽസ് പാസീവ് റെസിപ്പിയൻസ് അല്ല. അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അതിനൊരു കമന്റ് ഇടുകയാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇല്ലേ? ഞാൻ ഇനിയും നിങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. പ്ലീസ് അപ്ലോഡ് മോർ വീഡിയോസ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇടും. ഇല്ലേ? സോ ഹിയർ the individuals are not passive recipients, but rather active users who seek out media that will gratify their particular requirement. എൻ്റെ എന്തെങ്കിലും ഒരു particular requirement gratify ചെയ്യുന്ന തരത്തിലുള്ള മീഡിയാസ് നോക്കി നടക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള ഓഡിയൻസ്. In essence, the gratification theory highlights the idea that people use media for various reasons. Gratification theory പറയുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ പല രീതിയിൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. പലതരത്തിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ തരത്തിലാണ്? such as entertainment, relaxation, information, social connection and learning. ഇല്ലേ? സോഷ്യൽ കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫേസ്ബുക്കും ട്വിറ്ററും വാട്സാപ്പും യൂസ് ചെയ്യുന്നു. മാസ് മീഡിയ ആണ്, സോഷ്യൽ മീഡിയ ആണ്. ദെൻ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനൽ കേൾക്കുന്നു. റിലാക്സേഷന് വേണ്ടിയിട്ട് മ്യൂസിക് ചാനലുകളും എന്റർടൈൻമെന്റ് വീഡിയോകൾ കാണുന്നു. പിന്നെ അതുപോലെ ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ലേണിംഗ് ചാനൽസ് ഉണ്ട്, അത് കാണുന്നു. ആൻഡ് ദാറ്റ് their media choices are driven by specific gratification they seek to achieve. So this is about gratification theory. അന്നേരം ഗ്രാറ്റിഫിക്കേഷൻ തിയറി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അന്നേരം ഈ ഗ്രാറ്റിഫിക്കേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.